നമസ്കാരം. കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF ഭരണത്തിൽ നീതി നിഷേധിക്കപ്പെട്ട നിരവധി ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അതിൽ ആന്തൂർ സാജൻ മുതൽ കൊല്ലപ്പെട്ട, അതിന് ആത്മഹത്യയോ കൊലപാതകമോ ആകട്ടെ, ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ കുടുംബം ഉൾപ്പെടെയുണ്ട്. ഇതിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ നിരവധി തവണയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടതും, പ്രത്യേകിച്ച് അവരൊരു പാർട്ടി കുടുംബം കൂടിയാണ്. എന്നിട്ടും അവർക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ പാർട്ടി സെക്രട്ടറി MB ഗോവിന്ദൻ പറഞ്ഞത് CBI കൂട്ടിലടച്ച തത്തയാണ് എന്നാണ്. അതാണോ അവർക്ക് കൊടുക്കേണ്ടിയിരുന്ന മറുപടി? നവീൻ ബാബുവിന്റെ ഭാര്യയെ സന്ദർശിക്കാനെത്തിയ പാർട്ടി സെക്രട്ടറി MB ഗോവിന്ദൻ അവരോട് 20 മിനിറ്റോളം മുറിയടച്ച് സംസാരിക്കുകയുണ്ടായി. എന്നിട്ട് എന്താണ് അവർക്ക് നീതി ലഭിച്ചോ? ഇല്ല. പകരം കുറ്റവാളികളെന്ന് സംശയിക്കപ്പെടുന്നവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ അവർക്ക് ആശ്വാസമാവുകയാണ് UDF ഗവൺമെന്റ് അവർക്ക് നൽകുന്ന ഉറപ്പ്. മുഖ്യമന്ത്രി VD സതീശനെ അവർ സന്ദർശിക്കുകയും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അദ്ദേഹം അവർക്ക് അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കും എന്നുള്ള ഒരു ഉറപ്പാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അവരെ കേൾക്കാൻ അദ്ദേഹം തയ്യാറായി. അവരുടെ പരാതി പരിഗണിക്കും എന്നും എത്രയും പെട്ടെന്ന് അതിന് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് മാത്രമല്ല, അവർക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിച്ച ഓരോ മലയാളിക്കും നൽകുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം വളരെയേറെയാണ്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും കേരള സമൂഹം ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. കാരണം അവർക്ക് ഇപ്പോഴും കേരളത്തിലെ മലയാളികൾക്ക് ഇപ്പോഴും അത് ഒരു കൊലപാതകമാണോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അത് കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇന്നും മലയാളികൾ വിശ്വസിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ കൂലി കമന്റ് എഴുത്തുകാർ പറയുന്നത് PP ദിവ്യ ചോദ്യം ചെയ്തത് ഒരു അഴിമതിക്കാരനെയാണ് എന്ന്. എന്നാൽ നവീൻ ബാബു ജോലി ചെയ്തിരുന്ന സ്ഥലത്തുള്ള ഒരു വ്യക്തിക്ക് പോലും രാഷ്ട്രീയത്തിന് അതീതമായി, കാരണം അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്, അദ്ദേഹത്തിന്റെ കുടുംബവും ഒരു പാർട്ടി കുടുംബമാണ് എന്ന് തന്നെ പറയാം. പക്ഷെ എന്നാൽ പോലും അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഇടത്തെ, അത് രാഷ്ട്രീയ ഭേദമന്യേ സകല ജനങ്ങളും പറയുന്നത് അദ്ദേഹം വളരെ സത്യസന്ധനായ ഒരു ഓഫീസറായിരുന്നു എന്നും, കൈക്കൂലി എന്ന് അദ്ദേഹത്തെ കൈക്കൂലിക്കാരനെന്ന് ഇവർ അധിക്ഷേപിക്കുമ്പോൾ അത് ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്തതാണെന്നും അത് വിശ്വസനീയമല്ല എന്നും അവിടെയുള്ളവർ ആവർത്തിച്ച് പറയുമ്പോഴും ചില ഇടതുപക്ഷക്കാർ അദ്ദേഹത്തെ കൈക്കൂലിക്കാരനാണ് എന്നും PP ദിവ്യ ആരോപിച്ചത് ശരിയായിരുന്നു എന്നും അത് ചോദ്യം ചെയ്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കള്ളത്തരം പുറത്താവുമെന്ന് പേടിച്ചാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതും എന്നൊക്കെ വരുത്തി തീർക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിഗണിക്കേണ്ടിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ വിട്ടുകളഞ്ഞായിരുന്നു. അദ്ദേഹം മരിക്കാനുണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹം എത്രത്തോളം അസ്വസ്ഥനായിരുന്നു, ഇനി അഥവാ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാൽ പോലും അതിന് കാരണക്കാരായവരെ നിയമത്തിന്റെ മുന്നിൽ കുറ്റക്കാരാണ് എന്ന് തെളിയിക്കേണ്ടതിന് പകരം അത് എങ്ങനെ തേച്ചു മായ്ച്ചു കളയാം എന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. എന്നാൽ അത് മാറി. ഇനി ആ സത്യം എന്താണ് എന്നുള്ളത് പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നവീൻ ബാബുവിനെ മരിക്കുന്നതിന് തൊട്ടു മുന്നേ ഏറ്റവും ഒടുവിലായി കണ്ട ഒരു വ്യക്തി ഉണ്ട് എന്ന് പലരും ചാനലുകളിൽ ഉൾപ്പെടെ അവരുടെ ഫേസ്ബുക്ക് കുറിപ്പുകളിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടും ആ വ്യക്തിയെക്കുറിച്ച് പോലും അന്വേഷിക്കാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, അന്വേഷിക്കേണ്ടിയിരുന്ന പല കാര്യങ്ങളും അവർ മനഃപൂർവ്വം വിട്ടുകളയുകയും ചെയ്തു എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതുമാണ്. എന്നാൽ ഇനിയെങ്കിലും UDF സർക്കാർ VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്കു കീഴിൽ, രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിക്കു കീഴിൽ ഈ അന്വേഷണം സുഗമമായി നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ അന്വേഷണം നടക്കുമെന്ന് മാത്രമല്ല, നവീൻ ബാബുവിന്റെ കുടുംബം എന്താണോ അവർക്ക് നീതി ലഭിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നത് ഈ UDF സർക്കാർ അവർക്ക് ചെയ്തു കൊടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.